Hello, welcome to my YouTube channel Code Learner. Last video നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ്. അതായത് ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, ഇന്റർഫേസ് ആൻഡ് എൻകാപ്സുലേഷൻസ്. അപ്പോൾ ഈ 5 ഫീച്ചേഴ്സും അതിന്റെ എക്സാമ്പിൾസും ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ഫസ്റ്റ് ഫീച്ചർ ആണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് ആ വേർഡ് പോലെ തന്നെ പ്രോഗ്രാമിങ്ങിനകത്ത് നിങ്ങൾക്ക് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ക്ലാസ് എന്താണ്, അതെങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് ക്ലാസ്സസ് ഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ടൈം പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ പാരന്റിന്റെ ഫീച്ചേഴ്സ് ചൈൽഡിന് അക്വയർ ചെയ്യുന്ന മെത്തേഡാണ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ക്ലാസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ നിന്ന് സബ് ക്ലാസ്സസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ബേസ് ക്ലാസ് ഓർ പാരന്റ് ക്ലാസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും. ഈ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും നിങ്ങളൊരു സബ് ക്ലാസ് ഫോം ചെയ്യുകയാണെങ്കിൽ, അതായത് പാരന്റ് ക്ലാസ്സിൽ നിന്ന് ഒരു സബ് ക്ലാസ് ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും സബ് ക്ലാസ്സിലോട്ട് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സിനോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അക്വയർ ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കോഡ് റീയൂസബിലിറ്റി ആണ്. കോഡ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാരന്റ് ക്ലാസ്സിനകത്ത് ഫീച്ചേഴ്സ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫംഗ്ഷൻ പാരന്റ് ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് സബ് ക്ലാസ്സിനകത്തോട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് അക്വയർ ചെയ്യും. അതായത് സബ് ക്ലാസ് ഒരു ചൈൽഡ് ക്ലാസ്സിനകത്തോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഫംഗ്ഷനും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. ആ ഒരു മെത്തേഡാണ് കോഡ് റീയൂസബിലിറ്റി. നിങ്ങൾ രണ്ടാമത് കോഡ് എഴുതേണ്ടി വരുന്ന ആവശ്യം വരുന്നില്ല. ഓൾറെഡി ബേസ് ക്ലാസ്സിനകത്ത് നിങ്ങളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ സെയിം ഫംഗ്ഷൻ നിങ്ങൾക്ക് സബ് ക്ലാസ്സിനകത്തോട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. അതാണ് കോഡ് റീയൂസബിലിറ്റി എന്ന് പറയാൻ കാരണം. So in inheritance, the child class acquires the properties and can access all the data members and functions defined in the parent class. അതായത് ഇവിടെ ഒരു പാരന്റ് ചൈൽഡ് ഹൈറാർക്കിയാണ് ഫോം ചെയ്യുന്നത്. പാരന്റ് ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്ത എല്ലാ ഫംഗ്ഷൻസും ആട്രിബ്യൂട്ട്സും ഓട്ടോമാറ്റിക് ആയിട്ട് ചൈൽഡ് ക്ലാസ്സിനകത്തോട്ടും കിട്ടും. A child class can also provide its specific implementation to the functions of the parent class. ഇനി അഡീഷണലി നിങ്ങൾക്ക് വല്ല ഫീച്ചേഴ്സും ചൈൽഡ് ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അഡീഷണൽ ഡിഫൈൻ ചെയ്യുന്ന ഫീച്ചേഴ്സ് ചൈൽഡ് ക്ലാസ്സിന് മാത്രമേ കിട്ടുള്ളൂ, അത് പാരന്റ് ക്ലാസ്സിന് കിട്ടില്ല. പക്ഷേ പാരന്റ് ക്ലാസ്സിനകത്ത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത മെത്തേഡ്സ് എല്ലാം ചൈൽഡ് ക്ലാസ്സിനകത്തോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. സോ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഇൻഹെറിറ്റൻസ്. ഇതാണ് ഈ ഇൻഹെറിറ്റൻസിന്റെ ഒരു റെപ്രസെന്റേഷൻ. അതായത് നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ബേസ് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ഡിറൈവ്ഡ് ക്ലാസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ ആരോ ബേസ് ക്ലാസ്സിലോട്ട് പോയിന്റ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. നേരെ ഡൗൺ ആരോ ആയിട്ട് വരയ്ക്കരുത്, ഡിറൈവ്ഡ് ക്ലാസ്സിലോട്ട് പോയിന്റ് ചെയ്യിക്കരുത്. ഇതാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. ഇനി പൈത്തണിൽ നിങ്ങൾക്കൊരു ബേസ് ക്ലാസ്സും അതിന്റെ സബ് ക്ലാസ്സും ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണിത്. അതായത് നിങ്ങൾ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, ദെൻ ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. സാധാരണ നിങ്ങൾ ക്ലാസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, ദെൻ ഡിറൈവ്ഡ് ക്ലാസിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. ബ്രാക്കറ്റിൽ നിങ്ങളെ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ് ഏതാണോ അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ബേസ് ക്ലാസ്സിന് പറയുന്ന വേറൊരു പേരാണ് സൂപ്പർ ക്ലാസ്, അതിന്റെ വേറെ പേരാണ് പാരന്റ് ക്ലാസ്. ഏത് പേരിലും അറിയപ്പെടാം. ഇവിടെ ഡിറൈവ്ഡ് ക്ലാസിന്റെ വേറെ പേരാണ് ചൈൽഡ് അല്ലെങ്കിൽ സബ് ക്ലാസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് ദെൻ ഡിറൈവ്ഡ് ക്ലാസിന്റെ പേരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. ഇനി അതിന്റെ സിന്റാക്സ് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് ദെൻ ഡിറൈവ്ഡ് ക്ലാസിന്റെ പേര് ബേസ് ക്ലാസ് കോളൻ ദെൻ ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ട് ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾ എന്തെല്ലാം ഡിഫൈൻ ചെയ്യുന്നോ അതെല്ലാം നിങ്ങൾ ഡിഫൈൻ ചെയ്യാം. അതായത് ആട്രിബ്യൂട്ട്സും ബിഹേവിയർ ഒക്കെ അല്ലെങ്കിൽ മെത്തേഡ്സ് ഒക്കെ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യാം. ഇനി സപ്പോസ് ഈ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്നാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതാണ് അതിന്റെ സിന്റാക്സ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ബ്രാക്കറ്റിനകത്ത് ബേസ് ക്ലാസ്സസ് ഏതൊക്കെയാണോ അതെല്ലാം നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം. അതിന്റെ എക്സാമ്പിൾ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്. സിമ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ക്ലാസ് ഉണ്ട്, അതിൽ നിന്ന് ഒരു സബ് ക്ലാസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നമുക്ക് അനിമൽ എന്നുള്ള ഒരു ബേസ് ക്ലാസ് ഉണ്ട്. അനിമൽ എന്നുള്ള ഒരു ബേസ് ക്ലാസ് ഉണ്ട്, അതിനകത്ത് സ്പീക്ക് എന്നുള്ള ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ മെത്തേഡ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു അനിമൽ ഈസ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു സബ് ക്ലാസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ സബ് ക്ലാസിന്റെ പേര് ഡോഗ് എന്നാണ്. അപ്പോൾ സബ് ക്ലാസ് ഫോം ചെയ്യുമ്പോൾ ക്ലാസ് ദെൻ സബ് ക്ലാസിന്റെ പേര് ബ്രാക്കറ്റിൽ ബേസ് ക്ലാസിന്റെ പേര്. അപ്പോൾ ഇവിടെ ബേസ് ക്ലാസ് അനിമൽ ആണ്. അപ്പോൾ അനിമൽ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് ഇവിടെ ഡോഗ് എന്നുള്ള ഒരു സബ് ക്ലാസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ സബ് ക്ലാസ്സിനകത്ത് നമ്മൾ ബാർക്ക് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ ചെയ്യുന്നത് ഡോഗ് ബാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്.
ഇനി നമ്മൾ പുറത്ത് വന്നിട്ട് ഇതിനകത്ത് ഒരു ഡി എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് സബ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ് ക്ലാസ്സിന്, അതായത് സബ് ക്ലാസിന്റെ ഈ ഒരു ഒബ്ജക്റ്റിന് ഈ രണ്ട് മെത്തേഡും കിട്ടും. അതായത് സ്പീക്ക് എന്നുള്ള മെത്തേഡും കിട്ടും, ബാർക്ക് എന്നുള്ള മെത്തേഡും കിട്ടും. സോ യു ക്യാൻ കോൾ ഡി ഡോട്ട് ബാർക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആവുക. അതേപോലെ തന്നെ ഡി ഡോട്ട് സ്പീക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ അനിമൽസിനും, അതായത് നിങ്ങൾ അനിമൽ എന്നുള്ള ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ അനിമലിന് സ്പീക്ക് എന്നുള്ള മെത്തേഡ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അതായത് എല്ലാ അനിമൽസും സ്പീക്ക് ചെയ്യും, പക്ഷെ എല്ലാ അനിമൽസും ബാർക്ക് ചെയ്യില്ല. ഇവിടെ ഈ ഒരു കേസിൽ എല്ലാ ഡോഗും ബാർക്കും ചെയ്യും, സ്പീക്കും ചെയ്യും. അതാണ് ഇതിന്റെ മീനിങ്. ഇനി അടുത്ത ഇൻഹെറിറ്റൻസ് ആണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അതായത് പല ടൈപ്പ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. സിമ്പിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് സിമ്പിൾ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇനി മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ലെവലാക്കിയിട്ട് ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു ബേസ് ക്ലാസ് ഉണ്ട്, ആ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു സബ് ക്ലാസ് ഫോം ചെയ്യാം, അതിൽ നിന്ന് വേറൊരു സബ് ക്ലാസ് ഫോം ചെയ്യാം. ഇങ്ങനെ എത്ര സബ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും. So this method is called multi-level inheritance. അതിന്റെ സിന്റാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ് ക്ലാസ് ഉണ്ട്, then അതിന്റെ ഡെഫിനിഷൻസും, then സബ് ക്ലാസ്, ആ സബ് ക്ലാസ് വരുന്നത് ബേസ് ക്ലാസ്സിൽ നിന്നാണ് വരുന്നത്, ക്ലാസ് 1ൽ നിന്നാണ് വരുന്നത്, then ക്ലാസ് 2ന്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതുക, then ക്ലാസ് 3 ഡിഫൈൻ ചെയ്യുക which is derived from ക്ലാസ് 2, അതായത് ഈ ക്ലാസ്സിൽ നിന്നാണ് ഡിഫൈൻ ചെയ്തുള്ളത്, then അതിന്റെ ഡെഫിനിഷൻ എഴുതുക. അപ്പോൾ ഇതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന്റെ സിന്റാക്സ്. ഒരു സാമ്പിൾ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അനിമൽ എന്നുള്ള ഒരു ബേസ് ക്ലാസ് ഉണ്ട്. ഈ അനിമൽ എന്നുള്ള ബേസ് ക്ലാസ്സിൽ നിന്ന് ഡോഗ് എന്നുള്ള ഒരു സബ് ക്ലാസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഡോഗ് എന്നുള്ള സബ് ക്ലാസ്സിൽ നിന്ന് ഡോഗ് ചൈൽഡ് എന്നുള്ള ഒരു സബ് ക്ലാസ് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ അനിമലിനകത്ത് സ്പീക്ക് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്, ദെൻ ഡോഗിനകത്ത് ബാർക്ക് എന്നുള്ള മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡോഗിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡോഗ് എന്നുള്ള ഒബ്ജക്റ്റിന് എന്ത് കിട്ടും? സ്പീക്ക് എന്നുള്ള മെത്തേഡും കിട്ടും, ബാർക്ക് എന്നുള്ള മെത്തേഡും കിട്ടും. ഇനി സപ്പോസ് നിങ്ങൾ ഡോഗ് ചൈൽഡിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഡോഗ് ചൈൽഡിന് ഈറ്റ് എന്നുള്ള മെത്തേഡ് കിട്ടും, ബാർക്ക് എന്നുള്ള മെത്തേഡ് കിട്ടും, അതുപോലെ സ്പീക്ക് എന്നുള്ള മെത്തേഡും കിട്ടും. അതാണ് ഇൻഹെറിറ്റൻസിന്റെ ഫീച്ചർ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡി ഈക്വൽ ടു ഡോഗ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഡി ഡോട്ട് ബാർക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ആണ് എക്സിക്യൂട്ട് ആവുക. അതേപോലെ ഡി ഡോട്ട് സ്പീക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും, ദെൻ ഡി ഡോട്ട് ഈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡോഗ് ബാർക്കിംഗ്, അനിമൽ സ്പീക്കിംഗ്, ഈറ്റിംഗ് ബ്രെഡ്, ഈ 3 മെസ്സേജസ് ആണ് പ്രിന്റ് ആവുക. ഇനി അടുത്തത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, അതായത് ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അതിന്റെ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്, ദെൻ ബേസ് ക്ലാസ് 2 ഉണ്ട്, ബേസ് ക്ലാസ് n ഉണ്ട്. ഈ 3 ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന്റെ സിന്റാക്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ബ്രാക്കറ്റിൽ നിങ്ങൾ ഏതെല്ലാം ബേസ് ക്ലാസ്സിൽ നിന്നാണോ ഈ ഡിറൈവ്ഡ് ക്ലാസ് ഫോം ചെയ്യുന്നത് ആ ബേസ് ക്ലാസ് എല്ലാം കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേഷൻ 1 എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് സമ്മേഷൻ എന്നുള്ള ഒരു മെത്തേഡാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ സമ്മേഷൻ എന്താ ചെയ്യുന്നത്? രണ്ട് നമ്പേഴ്സ് തമ്മിൽ സം ചെയ്തിട്ട് അത് ആ കറസ്പോണ്ടിങ് റിസൾട്ട് റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കാൽക്കുലേഷൻ 2 എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇതിനുള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, വിച്ച് റിട്ടേൺസ് ദി മൾട്ടിപ്ലൈഡ് വാല്യൂ ഓഫ് 2 വേരിയബിൾസ്. ദെൻ ഡിറൈവ്ഡ് എന്നുള്ള ഒരു മൂന്നാമതൊരു ക്ലാസ് നമ്മളിവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ മൂന്നാമത്തെ ഈ ഡിറൈവ്ഡ് ക്ലാസ് വിച്ച് ഈസ് ഫോംഡ് ഫ്രം കാൽക്കുലേഷൻ 1 ആൻഡ് കാൽക്കുലേഷൻ 2, അതായത് ഈ 2 ക്ലാസ്സിൽ നിന്നാണ് ഡിറൈവ്ഡ് എന്നുള്ള ക്ലാസ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിനുള്ളിൽ ഡിവൈഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് a/b, അല്ലെങ്കിൽ എയും ബിയും ആണ് ഇവിടെ റിസീവ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ്, അതിന്റെ ഡിവിഷൻ വാല്യൂ ആണ് ഇത് റിട്ടേൺ ചെയ്യാം. ഇനി നമ്മളിവിടെ ഇതിന് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഡി എന്നുള്ളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡിറൈവ്ഡ് എന്നുള്ള ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ പ്രിന്റ് ഡി ഡോട്ട് സമ്മേഷൻ ഓഫ് 10,20, അതായത് സമ്മേഷൻ എന്നുള്ള ഫംഗ്ഷന് കോൾ ചെയ്യുമ്പോൾ ഇതാണ് എക്സിക്യൂട്ട് ആവുക. ഇവിടുന്ന് 2 വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്, 10ഉം 20ഉം. സോ എ ഈക്വൽ ടു 10 ആകും, ബി ഈക്വൽ ടു 20 ആകും. ദെൻ റിട്ടേൺ 10 + 20. അപ്പോൾ 10 + 20 അതായത് 30 ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുക. ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് 10 × 20 ഇവിടെ പ്രിന്റ് ചെയ്യും, ദെൻ 10/20 ഇവിടെ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനുള്ള പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ. ഇനി പൈത്തണിനകത്ത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ സബ് ക്ലാസ്. അതായത് ഒരു സബ് ക്ലാസ് ഒരു പെർട്ടിക്കുലർ സൂപ്പർ ക്ലാസ്സിൽ നിന്ന് ഫോം ചെയ്തതാണോ അല്ലേന്ന് കാണിക്കാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ മെത്തേഡാണ് ഈ സബ് ക്ലാസ്. അപ്പോൾ 2 ആർഗ്യുമെന്റ് ആണ് ഇതിന് പാസ് ചെയ്യുന്നത്.
ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ സബ് ക്ലാസിന്റെ പേര്, സെക്കൻഡ് ആർഗ്യുമെന്റ് സൂപ്പർ ക്ലാസിന്റെ പേര് അല്ലെങ്കിൽ പാരന്റ് ക്ലാസിന്റെ പേര്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്ന ആർഗ്യുമെന്റ് സെക്കൻഡ് ആർഗ്യുമെന്റിൽ നിന്നും ഫോം ചെയ്ത ക്ലാസ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആണെന്നുണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് പ്രിന്റ് ഈസ് സബ് ക്ലാസ് ഓഫ് ഡിറൈവ്ഡ് കോമ കാൽക്കുലേഷൻ 2. അതായത് തൊട്ട് മുമ്പത്തെ സ്ലൈഡിനകത്ത് നമ്മൾ ഡിറൈവ്ഡ് എന്നുള്ളൊരു ക്ലാസ് ഫോം ചെയ്തു. അത് കാൽക്കുലേഷൻ 2ൽ നിന്നാണ് ഫോം ചെയ്തത്. അതായത് കാൽക്കുലേഷൻ 1ൽ നിന്നും 2ൽ നിന്നും കൂടിയാണ് ഡിറൈവ്ഡ് എന്നുള്ള ക്ലാസ് നേരത്തെ ഫോം ചെയ്തത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക, കാരണം ഡിറൈവ്ഡ് എന്നുള്ളത് കാൽക്കുലേഷൻ 2ന്റെ ഒരു സബ് ക്ലാസ് ആണ്. ഇതേപോലെ തന്നെ ഈ സബ് ക്ലാസ് ഓഫ് കാൽക്കുലേഷൻ 1 കോമ കാൽക്കുലേഷൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക, കാരണം ഇത് രണ്ടും നേരത്തെ കേസിൽ ബേസ് ക്ലാസ്സസ് ആയിരുന്നു. കാൽക്കുലേഷൻ 1 കാൽക്കുലേഷൻ 2ൽ നിന്ന് ഫോം ചെയ്തതല്ല. സോ ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ്. അതുപോലെ തന്നെ വേറെ ഒരു മെത്തേഡാണ് ഈസ് ഇൻസ്റ്റൻസ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ നിന്ന് ഫോം ചെയ്തതാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണോ ഇതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ഇൻസ്റ്റൻസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒബ്ജക്റ്റ് ഈ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഡി ഈക്വൽ ടു ഡിറൈവ്ഡ് ഓഫ്, അതായത് ഡിറൈവ്ഡ് എന്നുള്ള ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഡി എന്നുള്ളൊരു ഒബ്ജക്റ്റിനെ ഫോം ചെയ്തു. ദെൻ വി ആർ പ്രിന്റിംഗ് ഈസ് ഇൻസ്റ്റൻസ് ഓഫ് ഡി കോമ ഡിറൈവ്ഡ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി എന്നുള്ള ഒബ്ജക്റ്റ് ഡിറൈവ്ഡ് എന്നുള്ള ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണോ അല്ലെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിൽ അങ്ങനെ ഡിറൈവ് ചെയ്തതാണ്, അതായത് ഡിറൈവ്ഡ് എന്നുള്ള ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് ഡി. അപ്പോൾ അത് ട്രൂ ആണ്, റിട്ടേൺ ചെയ്യാം. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ഒരു ഫീച്ചറാണ് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോളിമോർഫിസം എന്നുള്ള രണ്ട് വേർഡിൽ നിന്നാണ് വന്നത്. അതായത് മെനി ഫോംസ് എന്നാണ് അതിന്റെ അർത്ഥം. പോളി എന്ന് പറഞ്ഞാൽ മെനി, മോർഫിസം എന്ന് പറഞ്ഞാൽ ഫോംസ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന് ഡിഫറെന്റ് സിറ്റുവേഷനിൽ ഡിഫറെന്റ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അത് ഒബ്ജക്റ്റിന് ആവണമെന്നില്ല, അത് മെത്തേഡ്സും ആകാം അല്ലെങ്കിൽ ഫംഗ്ഷൻസും ആകാം. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ LEN എന്നുള്ളൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്, വേറെ ഡിക്ഷണറിയുടെ കേസിലും അതുപോലെ സ്ട്രിങ്ങിന്റെ കേസിലും ലിസ്റ്റിന്റെ കേസിലൊക്കെ. അപ്പോൾ ഈ മൂന്ന് കേസിലും LEN മെത്തേഡ് ഡിഫറെന്റ് ഫോംസിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഈ LEN എന്നുള്ള മെത്തേഡ് സ്ട്രിങ്ങിന്റെ മേലെയാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻസൈഡ് ദാറ്റ് സ്ട്രിങ് വേരിയബിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LEN ഓഫ് ഒരു സ്ട്രിങ് വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ് വേരിയബിളിനകത്തുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് റിട്ടേൺ ചെയ്യുക. അതല്ല നിങ്ങൾ ലിസ്റ്റിന് മേലെയാണ് നിങ്ങൾ LEN ഫംഗ്ഷൻ പെർഫോം ചെയ്തതെങ്കിൽ, ഫോർ എക്സാമ്പിൾ LEN ഓഫ് LI എന്നുള്ളൊരു ലിസ്റ്റാണ്, അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക നമ്പർ ഓഫ് ഐറ്റംസ് ഇൻസൈഡ് ദാറ്റ് ലിസ്റ്റ്, അതാണ് റിട്ടേൺ ചെയ്യുക. ഇനി അതല്ല നിങ്ങളൊരു ഡിക്ഷണറിയുടെ മേലെയാണ് LEN ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് കീ വാല്യൂ പെയേഴ്സ് ആണ് റിട്ടേൺ ചെയ്യുക, അതായത് ആ ഡിക്ഷണറിക്കകത്തുള്ള നമ്പർ ഓഫ് കീ വാല്യൂ പെയേഴ്സ്. അപ്പോൾ ഇവിടെ LEN എന്നുള്ള മെത്തേഡ് അതായത് സിറ്റുവേഷൻ അനുസരിച്ച് പല റിസൾട്ട് ആണ് റിട്ടേൺ ചെയ്യുക. അതാണ് പോളിമോർഫിസം, അതായത് മെത്തേഡിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോളിമോർഫിസം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ക്ലാസ് ആണ് ഈ എക്സാമ്പിളിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് കാർ എന്നുള്ളൊരു ക്ലാസ്സും സെക്കൻഡ് വണ് പ്ലെയിൻ എന്നുള്ളൊരു ക്ലാസ്സും. ഈ കാർ എന്നുള്ള ക്ലാസ്സിനകത്ത് നമ്മളൊരു ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അതിന്റെ ഇനീഷ്യലൈസേഷന് വേണ്ടിയിട്ടാണ്, അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണിത്, അതായത് കൺസ്ട്രക്ടർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ദെൻ അതിനകത്ത് മൂവ് എന്നുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ മൂവ് എന്നുള്ള ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ഡ്രൈവ് എന്നുള്ളൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ക്ലാസ്സിനകത്ത് അഗെയിൻ ഇനിറ്റ് എന്നുള്ള മെത്തേഡ് ഉണ്ട്, അതായത് ഇനീഷ്യലൈസേഷന് വേണ്ടിയിട്ട്. ദെൻ മൂവ് എന്നുള്ള മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലാസ് കാർ എന്നുള്ള ക്ലാസ്സിനകത്ത് ഒരു മൂവ് മെത്തേഡ് ഉണ്ട്, പ്ലെയിൻ എന്നുള്ള ക്ലാസ്സിനകത്തും ഒരു മൂവ് മെത്തേഡ് ഉണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് ക്ലാസിന്റെ ഓരോ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് വണ് car1 ഈക്വൽ ടു കാർ ഓഫ് ഫോർഡ് മസ്റ്റാങ്. അതായത് ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസ് ആണ് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്, അത് നേരെ ഇങ്ങോട്ട് അസൈൻ ചെയ്യും. സോ ബ്രാൻഡ് ഈക്വൽ ടു ഫോർഡ്, മോഡൽ ഈക്വൽ ടു മസ്റ്റാങ്. പിന്നെ ആ രണ്ട് വാല്യൂസ് ഇവിടെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട്സിലോട്ട് സെറ്റ് ചെയ്യും. Then we are calling the move method of car class. So car1 dot move off. So control നേരെ ഇങ്ങോട്ട് വരും, it will print drive. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഡ്രൈവ് എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഇനി നമ്മൾ പ്ലെയിൻ 1 എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, അതായത് ഈ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് ആണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ രണ്ട് വാല്യൂസ് ഇവിടുന്ന് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യും. സോ ബ്രാൻഡ് ഈക്വൽ ടു ബോയിങ്, മോഡൽ ഈക്വൽ ടു 747. അത് ഇവിടെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട്സിലോട്ട് സെറ്റ് ചെയ്യും. ദെൻ മൂവ് എന്നുള്ള മെത്തേഡാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലെയിൻ 1 ഡോട്ട് മൂവ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ എന്നാണ് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഡിഫറെന്റ് ക്ലാസ്സസ് ആണ്, മെത്തേഡിന്റെ നെയിം സെയിം ആണ്, പക്ഷെ കിട്ടുന്ന ഔട്ട്പുട്ടും രണ്ടും ഡിഫറെന്റ് ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിന്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അബ്സ്ട്രാക്ഷൻ.
അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്ലാസ്സിനകത്ത് എഴുതുന്ന മെത്തേഡ്സ് അത് കംപ്ലീറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതില്ല. ഡീറ്റെയിൽസ് എഴുതുന്നത് നമ്മൾ വേറൊരു ക്ലാസ്സിനകത്തായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ എഴുതുകയാണെങ്കിൽ അതിനകത്തായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് എഴുതുക. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് നിങ്ങൾ മെത്തേഡ്സ് അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് കൊടുക്കുക. അതായത് കംപ്ലീറ്റ് ഫീച്ചേഴ്സും കൊടുക്കില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുരുക്കിയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഈ ഒരു ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് വൺ അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ടായിരിക്കും. അതായത് അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തേഡിൻ്റെ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിക്ലറേഷൻ മാത്രം, ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിന് ഡീറ്റെയിൽഡ് ഡെഫിനിഷന് നമ്മൾ ആ ഒരു മെത്തേഡിനകത്ത് എഴുതില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മെത്തേഡ് ഒരു ക്ലാസ്സിനകത്ത് വരികയാണെങ്കിൽ, അതായത് ഡീറ്റെയിൽഡ് ഡെഫിനിഷൻ ഇല്ലാത്ത ഒരു മെത്തേഡ്, ദാറ്റ് ഈസ് അബ്സ്ട്രാക്ട് മെത്തേഡ് ഒരു ക്ലാസ്സിനകത്ത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആ ക്ലാസ്സിനെ പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. അപ്പോൾ ഇത് എന്തിനാണ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. നിങ്ങൾക്കറിയാം ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം, ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സോഫ്റ്റ്വെയറിനകത്തോട്ട് അല്ലെങ്കിൽ നിങ്ങളെ സോഫ്റ്റ്വെയറിനകത്തുള്ള ഫീച്ചർ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം, ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് ആ എക്സ്റ്റേണൽ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് നിങ്ങളെ സോഫ്റ്റ്വെയറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് എന്ന്. അപ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സും അബ്സ്ട്രാക്ട് മെത്തേഡൊക്കെ യൂസ് ചെയ്യാറ്. ഒരു എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ മോസില്ല ഫയർഫോക്സ് യൂസ് ചെയ്യാറുണ്ടാവും. അപ്പോൾ മോസില്ല ഫയർഫോക്സിനകത്ത് നിങ്ങൾ ആഡ് ഓൺസ് എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങൾക്ക് എക്സ്റ്റേണലി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നിങ്ങളെ മോസില്ല ഫയർഫോക്സുമായിട്ട് എക്സ്റ്റൻഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ആ സോഫ്റ്റ്വെയറിനെ നിങ്ങളെ മോസില്ല ഫയർഫോക്സിനകത്തോട്ട് എന്ത് ചെയ്യും, ആഡ് ഓൺ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോസില്ല ഫയർഫോക്സ് എന്ത് ചെയ്യണം, ഒരു API പ്രൊവൈഡ് ചെയ്യണം, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോർമലി അബ്സ്ട്രാക്ട് ക്ലാസ്സും അബ്സ്ട്രാക്ട് മെത്തേഡും യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ഇത് യൂസ് ചെയ്യണം. സോ ദീസ് കേപ്പബിലിറ്റി ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻ വേർ എ തേർഡ് പാർട്ടി ഈസ് ഗോയിങ് ടു പ്രൊവൈഡ് ഇംപ്ലിമെൻറ്റേഷൻസ് സച്ച് ആസ് വിത്ത് പ്ലഗിൻസ്. ഇനി പൈത്തൺ പ്രോഗ്രാമിങ്ങിനകത്ത് ഇറ്റ് ഓൾറെഡി ഹാവ് എ മൊഡ്യൂൾ അബ്സ്ട്രാക്ട് ബേസ് ക്ലാസ് മൊഡ്യൂൾ. അതായത് ഈ മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിനകത്ത് നോക്കാം. അപ്പോൾ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് നിങ്ങൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അബ്സ്ട്രാക്ട് മെത്തേഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡെക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡെക്കറേറ്റഡ് വേർഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. @abstract method എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഡെക്കറേറ്റഡ് കീവേഡ് എന്നാണ് പറയുക. ഈ ഒരു കീവേഡ് നിങ്ങളെ അബ്സ്ട്രാക്ട് മെത്തേഡിൻ്റെ മുമ്പിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ABC എന്നുള്ള ക്ലാസ്സിനെ നിങ്ങൾ ഈ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ABC എന്നുള്ള ക്ലാസ് ABC എന്നുള്ള മൊഡ്യൂൾ നിന്നാണ് വന്നിട്ടുള്ളത്. ഇത് പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. സോ ഫ്രം ABC ഇമ്പോർട്ട് ABC, അബ്സ്ട്രാക്ട് മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് ക്ലാസ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനകത്തോട്ട് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ്. ദെൻ ക്ലാസ് പോളിഗൺ ABC. അപ്പോൾ ഇവിടെ ഈ ABC എന്നുള്ള ഈ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പോളിഗൺ എന്നുള്ള ഒരു ക്ലാസ് ഫോം ചെയ്യണം, ആൻഡ് വിച്ച് ഈസ് ആൻ അബ്സ്ട്രാക്ട് മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് എന്നുള്ളത് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡാണ്. കാരണം ഇതിന് തൊട്ട് മേലെ നമ്മൾ ഈ ഒരു ഡെക്കറേറ്റീവ് കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്, അബ്സ്ട്രാക്ട് മെത്തേഡ് എന്നുള്ള ഡെക്കറേറ്റീവ് കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലാസ്സിനകത്ത്, പോളിഗൺ എന്നുള്ള ക്ലാസ്സിനകത്ത് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ത് ചെയ്തു, നിങ്ങൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ഈ ഒരു ക്ലാസ്സിനെ പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഇനി നമ്മൾ രണ്ടാമതൊരു ക്ലാസ് ഫോം ചെയ്യാണ്, ട്രയാങ്കിൾ എന്നുള്ളൊരു ക്ലാസ് ഫോം ചെയ്യാണ്. അത് ഈ പോളിഗൺ എന്നുള്ള ക്ലാസ്സിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. സോ ട്രയാങ്കിൾ ഈസ് എ സബ് ക്ലാസ് ഓഫ് പോളിഗൺ ക്ലാസ്. അപ്പോൾ ഇവിടെ ബേസ് ക്ലാസ്സിനകത്ത് നമുക്കൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട്, നമ്പർ ഓഫ് സൈഡ്സ് എന്നുള്ള ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട്. അത് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സിംപ്ലി പാസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിന്റെ ഡെഫിനേഷനിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ് എന്നുള്ളത് ഒരു ആക്ടിവിറ്റിയും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് വിടാനും വേണ്ടിയിട്ടാണ് പാസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ട്രയാങ്കിൾ എന്നുള്ള ക്ലാസ്സിനകത്താണ് ഈ നമ്പർ ഓഫ് സൈഡ്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. നമ്പർ ഓഫ് സൈഡ്സ് പ്രിന്റ് ചെയ്യുക, ഐ ഹാവ് 3 സൈഡ്സ് എന്നുള്ളൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ പെന്റഗൺ എന്നുള്ള ഒരു ക്ലാസ് ഫോം ചെയ്യുന്നുണ്ട്. അതും ഈ പോളിഗൺ എന്നുള്ള ക്ലാസ്സിൽ നിന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിനകത്തും നമ്പർ ഓഫ് സൈഡ്സ് എന്നുള്ള ഈ ഒരു മെത്തേഡ് നമ്മൾ ഇവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ വി ഹാവ് അനദർ ക്ലാസ് ഹെക്സഗൺ. ഇനി നമ്മൾ ഈ 3 ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ഈ 3 ക്ലാസിന്റെയും ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ട്രയാങ്കിളിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പെന്റഗണിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഹെക്സഗണിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ആ ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് സൈഡ്സും പ്രിന്റ് ചെയ്യുന്നുണ്ട്. സോ വി വിൽ ഗെറ്റ് ഐ ഹാവ് 3 സൈഡ്സ്, ഐ ഹാവ് 5 സൈഡ്സ്, ഐ ഹാവ് 6 സൈഡ്സ്. ഇവിടെ നിങ്ങൾ ബേസ് ക്ലാസിന്റെ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല.
അത് അടുത്ത സ്ലൈഡിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബ്സ്ട്രാക്ട് ക്ലാസ് ഇൻകംപ്ലീറ്റ് ആണ്. കാരണം അതിനകത്തുള്ള മെത്തേഡ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു ടെംപ്ലേറ്റ് മാത്രമേ പറഞ്ഞു വെക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത് സബ് ക്ലാസ്സിലാണ് ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. സോ യു ക്യാൻ ക്രിയേറ്റ് ദി ഒബ്ജക്റ്റ് ഓഫ് സബ് ക്ലാസ് ഓൺലി. ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. So due to that fact, an abstract class cannot be instantiated. Instantiated എന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് ആൻ എറർ. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് നമുക്ക് അനിമൽ എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് മൂവ് എന്നുള്ള ഒരു അബ്സ്ട്രാക്ട് മെത്തേഡാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അനിമൽ എന്നുള്ള ക്ലാസ്സിനകത്ത് മൂവ് എന്നുള്ള ഒരു മെത്തേഡ്. ഇനി ഹ്യൂമൻ എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ ഫോം ചെയ്യുകയാണ്. അതായത് അനിമൽ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് ഹ്യൂമൻ എന്നുള്ള ഒരു ക്ലാസ് ഫോം ചെയ്യുകയാണ്. അതിനകത്ത് മൂവ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡോഗ് എന്നുള്ളൊരു ക്ലാസ് അനിമലിൽ നിന്ന് ഫോം ചെയ്യുകയാണ്. അതിനകത്തും മൂവ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദെൻ ലയൺ എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്, അതും അനിമലിൽ നിന്നാണ് വരുന്നത്. അതിനകത്തും നമ്മൾ മൂവ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഇനി നമ്മൾ സി ഈക്വൽ ടു അനിമൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അനിമൽ എന്നുള്ള ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ എറർ. ടൈപ്പ് എറർ എന്ന് പറഞ്ഞ എററാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എറർ കാണിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഇന്റർഫേസ്. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഫീച്ചറാണ് ഇന്റർഫേസസ്. അപ്പോൾ ഇന്റർഫേസസ് നോർമലി യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും, അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും ഇന്റർഫേസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്റർഫേസസും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷനുമായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ഈ ഒരു ഇന്റർഫേസ് എന്നുള്ളത് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇന്റർഫേസും ക്ലാസ് പോലെ തന്നെയാണ്. സാധാരണ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ നിങ്ങൾക്ക് ഇന്റർഫേസ് എന്നുള്ള കീവേഡ് തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ പൈത്തണിൽ ഇന്റർഫേസ് എന്നുള്ള കീവേഡ് ഇല്ല, പകരം നിങ്ങൾ ക്ലാസ് എന്നുള്ള കീവേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ആക്ട്സ് ആസ് ആൻ ടെംപ്ലേറ്റ് ഫോർ ഡിസൈനിങ് ക്ലാസസ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനുള്ള ടെംപ്ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്റർഫേസിനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർഫേസിനകത്ത് നോർമലി മെത്തേഡ്സ് എല്ലാം ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുള്ളൂ. അതായത് നേരത്തെ നമ്മൾ അബ്സ്ട്രാക്ട് മെത്തേഡ് പറഞ്ഞ പോലെ തന്നെ, അതായത് അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എഴുതാൻ പറ്റും. അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഫങ്ഷൻസ് ആണ്, ജസ്റ്റ് ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അവിടെ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് മെത്തേഡ് എഴുതാം, നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എഴുതാം, അതായത് സാധാരണ മെത്തേഡ്സ് എഴുതാം. പക്ഷേ ഇന്റർഫേസിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന എല്ലാ മെത്തേഡ്സും അബ്സ്ട്രാക്ട് മെത്തേഡ് ആയിരിക്കും. അതാണ് ഇന്റർഫേസും അബ്സ്ട്രാക്ട് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇന്റർഫേസിനകത്ത് നിങ്ങൾ എഴുതുന്ന ഇൻകംപ്ലീറ്റ് ഫങ്ഷൻസ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതൽ നിങ്ങൾ ആ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വേറൊരു ക്ലാസ് എഴുതും. ഓക്കെ, അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എഴുതുന്ന ക്ലാസ്സിനകത്താണ് ഇന്റർഫേസിനകത്ത് നിങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള എല്ലാ ഫങ്ഷൻസിനെയും ഡിഫൈൻ ചെയ്യാം. So Python interface design is different from other programming languages like C++, Java, C# and Go programming languages. One difference is that all these languages use the keyword interface whereas Python does not use it. അതായത് നേരത്തെ പറഞ്ഞ ഈ C++, Java പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നിങ്ങൾക്ക് ഇന്റർഫേസ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർഫേസ് എന്നുള്ള കീവേഡ് തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ പൈത്തണിനകത്ത് ഇന്റർഫേസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നില്ല, പകരം ക്ലാസ് എന്നുള്ള കീവേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. Another difference is that Python does not require that a class which implements an interface to provide the definition for all the abstract methods of an interface. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് പറയുന്നത് പൈത്തണിനകത്ത് it doesn't require definition for all the abstract methods of an interface. അതായത് ഇന്റർഫേസിനകത്ത് നിങ്ങൾക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഇന്റർഫേസിനകത്ത് കംപ്ലീറ്റ് മെത്തേഡ്സും എല്ലാ മെത്തേഡ്സും ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷെ നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എല്ലാ മെത്തേഡ്സും ഇംപ്ലിമെന്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. So an abstract class and interface appear similar in Python. The only difference in two is that the abstract class may have some non-abstract methods while all the methods in interface must be abstract. ആ ഒരു ഡിഫറൻസ് ആണ്. അതായത് അബ്സ്ട്രാക്ട് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അബ്സ്ട്രാക്ട് മെത്തേഡ്സും വരാം, നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സും വരാം, അതായത് സാധാരണ ഫംഗ്ഷൻസും വരാം. പക്ഷേ ഇന്റർഫേസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ മെത്തേഡ്സും അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഡെക്കറേറ്റീവ് കീവേഡ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് ആയിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ഇവിടുത്തെ ഇന്റർഫേസ്. ഡെമോ ഇന്റർഫേസ് എന്നൊരു ഇന്റർഫേസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. ഇതിനകത്ത് രണ്ട് മെത്തേഡാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് മെത്തേഡും അബ്സ്ട്രാക്ട് മെത്തേഡാണ്, കാരണം ഡെക്കറേറ്റീവ് കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്.
ഇനി നമ്മളിവിടെ വേറൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യാണ്, വിച്ച് ഈസ് ഇൻഹെറിറ്റിംഗ് ഫ്രം ഡെമോ ഇൻ്റർഫേസ്. അതായത് ഈ ഒരു ഇൻ്റർഫേസിനെ നമ്മൾ ഇനി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഈ ഇൻ്റർഫേസിനകത്ത് നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എല്ലാം ഈ ഒരു ഇൻ്റർഫേസിനകത്ത്, ഈ ഒരു ഇംപ്ലിമെൻറ്റേഷനകത്ത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നോക്കി മെത്തേഡ് 1ഉം മെത്തേഡ് 2 ആണ് ഇതിനകത്തുള്ള രണ്ട് അബ്സ്ട്രാക്ട് മെത്തേഡ്സ്. ആ രണ്ട് മെത്തേഡ്സ് ഇവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒബ്ജക്റ്റിന് ക്രിയേറ്റ് ചെയ്യാണ് ഒബിജെ ഈക്വൽ ടു കോൺക്രീറ്റ് ക്ലാസ് ഓഫ്, അതായത് ഈ ക്ലാസിൻ്റെ, അതായത് ഈ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ദാറ്റ് ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡ് 1 എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർപ്രറ്ററിന് ഒരു കൺഫ്യൂഷൻ വരും. കാരണം ഇവിടെ ഈ ക്ലാസ്സിനകത്തും ഒരു മെത്തേഡ് 1 ഉണ്ട്, ഈ ക്ലാസ്സിനകത്തും ഒരു മെത്തേഡ് 1 ഉണ്ട്. അതായത് ബേസ് ക്ലാസ്സിനകത്തും സബ് ക്ലാസ്സിനകത്തും മെത്തേഡ് 1 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ സബ് ക്ലാസ്സിനകത്തുള്ള മെത്തേഡ് 1 ആണ് എക്സിക്യൂട്ട് ആവുക. ഇതിനെ പറയുന്ന പേരാണ് മെത്തേഡ് ഓവർ റൈഡിങ്. അതായത് ബേസ് ക്ലാസ്സിനകത്തും സബ് ക്ലാസ്സിനകത്തും ഒരേ പേരുള്ള മെത്തേഡ്സ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ സബ് ക്ലാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ സബ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുകയാണെങ്കിൽ സബ് ക്ലാസ്സിനകത്തുള്ള മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. സോ ദിസ് ഈസ് കോൾഡ് മെത്തേഡ് ഓവർ റൈഡിങ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് മെത്തേഡ് 1, ദിസ് ഈസ് മെത്തേഡ് 2 എന്നായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ നിങ്ങളെ പ്രോഗ്രാമിനകത്ത് വരുന്ന ഡാറ്റനെയും അതുപോലെ മെത്തേഡ്സിനെയും ഒരു സിംഗിൾ യൂണിറ്റിലോട്ട് റാപ്പ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് എൻകാപ്സുലേഷൻ. അതായത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളെ ഒബ്ജക്റ്റിന്, ചില ഒബ്ജക്റ്റിന് സെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും, വാല്യൂസ് ഉണ്ടായിരിക്കും. അതായത് പുറത്തുള്ള വേറൊരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിന് വേറെ സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഡാറ്റ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻകാപ്സുലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡാറ്റനെ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഈ എൻകാപ്സുലേഷൻ മെത്തേഡ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലാസ് എന്നുള്ളത്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റിൽ ക്ലാസ് എന്നുള്ളത് ഒരു എൻകാപ്സുലേഷൻ മെത്തേഡാണ്. കാരണം ക്ലാസ്സിനകത്താണ് നിങ്ങൾ വേരിയബിൾസും മെത്തേഡ്സും എല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേരിയബിൾസും മെത്തേഡ്സിനൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് എൻകാപ്സുലേഷൻ. ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻ്റലി വേറൊരു ഒബ്ജക്റ്റ് കയറി വന്നിട്ട് നിങ്ങളുടെ ഡാറ്റ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ടേമാണ് ഡിഫൈൻ ചെയ്യാനുള്ളത്. ഒന്ന് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സും സെക്കൻഡ് വൺ പ്രൈവറ്റ് മെമ്പേഴ്സും. സാധാരണ ജാവയിലൊക്കെ ഉണ്ടെങ്കിൽ 3 ടൈപ്പ് ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്, പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. പ്രൊട്ടക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വേരിയബിളിനെ നിങ്ങളൊരു ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു മെത്തേഡിനകത്ത് നിങ്ങളൊരു വേരിയബിൾ, ഒരു ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ വേരിയബിളിനെ നിങ്ങൾക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തോട്ട് ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാം, പുറത്തോട്ട് നിങ്ങൾക്ക് ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു വേരിയബിളിനെ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്, അതിനകത്ത് ഒരു കൺസ്ട്രക്ടർ ഉണ്ട്, അതിനുള്ളിൽ നമുക്ക് _a എന്നുള്ളൊരു വേരിയബിൾ. അപ്പോൾ ഇവിടെ _a എന്നുള്ള ഈ ഒരു വേരിയബിൾ പ്രൊട്ടക്റ്റഡ് മെമ്പറാണ്. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്റ്റഡ് മെമ്പറിനെ ഒന്നെങ്കിൽ ഈ ക്ലാസ്സിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേരിയബിളിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് കോൾഡ് എ പ്രൊട്ടക്റ്റഡ് മെമ്പർ വേരിയബിൾ. പക്ഷേ ബൈ കൺവെൻഷന് പ്രൊട്ടക്റ്റഡ് മെമ്പറിനെയും ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് സിംഗിൾ _ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രൈവറ്റ് മെമ്പർ. Private members are similar to protected members. The difference is that the class member declared private should neither be accessed outside the class nor by any base class. അതായത് പ്രൊട്ടക്റ്റഡ് മെമ്പറിനേക്കാളും കുറച്ചും കൂടി സെക്യൂരിറ്റി കൂടുതലുള്ള ഒരു വേരിയബിളാണ് പ്രൈവറ്റ് മെമ്പർ. അതായത് നിങ്ങൾ ഒരു വേരിയബിളിനെ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വേരിയബിളിനെ നിങ്ങൾക്ക് ബേസ് ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് നിങ്ങൾ പ്രൈവറ്റ് മെമ്പറായിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ _ ആണ് യൂസ് ചെയ്യുക. പ്രൊട്ടക്റ്റഡ് മെമ്പർ ആണെങ്കിൽ സിംഗിൾ _ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ബേസ് ക്ലാസ്സിനകത്ത് _ init ദെൻ self.a ഈക്വൽ ടു ഹലോ, അതായത് ഇത് നോർമൽ വേരിയബിൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഇവിടെ സി എന്നുള്ളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഈ സി എന്നുള്ള വേരിയബിളിന് തൊട്ട് മുമ്പിൽ നമ്മൾ ഡബിൾ _ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ദിസ് കേസ് ദിസ് ഈസ് എ പ്രൈവറ്റ് മെമ്പർ. സോ ഡബിൾ _ c ഈക്വൽ ടു 30. ഇനി നമ്മൾ ഒബ്ജക്റ്റ് 1 ക്രിയേറ്റ് ചെയ്യാണ്, അതായത് ബേസ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ പ്രിന്റ് ഓഫ് ഒബ്ജക്റ്റ് 1.a ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹലോ എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. സെക്കൻഡ് കേസിൽ ഒബ്ജക്റ്റ് 1.c പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എറർ കാണിക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ റേസ് ആൻ ആട്രിബ്യൂട്ട് എറർ. കാരണം ഇത് പ്രൈവറ്റ് മെമ്പറാണ്, അത് നിങ്ങൾക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് ഈ ഒരു മെത്തേഡിനുള്ളിൽ നിന്ന് മാത്രമേ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിനുള്ളിൽ നിന്ന് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് മെമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിനുള്ളിൽ
ഗെറ്റ് മെത്തേഡും സെറ്റ് മെത്തേഡും യൂസ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് സെറ്ററും ഗെറ്ററും. ആ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ഇതുപോലുള്ള വേരിയബിൾസിനെ ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിനകത്ത് വരുന്ന ബേസിക് ഫീച്ചേഴ്സ്. അതായത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, ദെൻ ഇന്റർഫേസ്, എൻകാപ്സുലേഷൻ. ഇത്രയും ഫീച്ചേഴ്സ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. ഇത്രയും ഫീച്ചേഴ്സിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.